നമസ്കാരം. 16ാമത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആരവങ്ങളും അവസാനിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓരോ മുന്നണിയും ഓരോ പാർട്ടിയും കൂട്ടിയും കിഴിച്ചും മെയ് 4-ാം തീയതി വരെയുള്ള കാത്തിരിപ്പിലാണ്. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വളരെ രസകരമായിട്ടുള്ള വസ്തുതകൾ, കൗതുകരമായിട്ടുള്ള വസ്തുതകൾ അതെന്താണെന്നാണ് നോക്കുന്നത്. മെയ് 5-ാം തീയതിയിലെ പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾക്കപ്പുറത്ത് വരുന്ന 5 പ്രധാനപ്പെട്ട സൈഡ് സ്റ്റോറീസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ 5 പ്രധാനപ്പെട്ട സൈഡ് സ്റ്റോറീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അധപതനം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഭാവി ഇനി എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് സ്റ്റോറി ആയിട്ട് വരാൻ പോകുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 12 മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പാല, ഇടുക്കി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, ചാലക്കുടി, തൊടുപുഴ, പിറവം, ഇരിക്കൂർ, കടുത്തുരുത്തി, പെരുമ്പാവൂർ, കാഞ്ഞിരപ്പള്ളി, റാന്നി. കേരള കോൺഗ്രസ് എമ്മുകാർക്ക് വിഷമമുണ്ടാവുമെങ്കിലും പറയാതെ വയ്യ. പാലയിൽ അവരുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തോൽക്കും. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ തോൽക്കും. ചങ്ങനാശ്ശേരിയിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ തോൽക്കും. പൂഞ്ഞാർ വാർഷിക മത്സരം നടക്കുന്ന പൂഞ്ഞാർ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ തോൽക്കും. ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ബിജു ചിറയത്ത് നോമിനേഷൻ കൊടുക്കുന്ന അന്നാണ് അദ്ദേഹം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് വരുന്നത്. അദ്ദേഹം അവിടെ തോൽക്കും. തൊടുപുഴയിൽ പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫിനോട് സിറിയക് ചാഴിക്കാടൻ തോൽക്കും. പിറവത്ത് അനൂപ് ജേക്കബിനോട് സാബു കെ ജേക്കബ് തോൽക്കും. ഇരിക്കൂറിൽ മാത്യു കുന്നപ്പള്ളി തോൽക്കും. കടത്തുരുത്തി അവിടെ ശക്തമായ മത്സരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കാഴ്ചവെക്കും. അവിടെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ കടുത്തുരുത്തി ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചു കയറിയിട്ടുള്ള നിർമ്മല ജിമ്മിയാണ് അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിലും മോൻസ് ജോസഫിനോട് അവർ തോൽക്കാനാണ് സാധ്യത. പെരുമ്പാവൂരിൽ ബേസിൽ പോൾ തോൽക്കും. അപ്പോൾ 12 മണ്ഡലങ്ങളിൽ 10 മണ്ഡലം തോൽക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. 2 മണ്ഡലങ്ങളിലാണ് നമ്മൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സാധ്യത പറഞ്ഞിരിക്കുന്നത്. അത് കാഞ്ഞിരപ്പള്ളിയിൽ എൻ ജയരാജും റാന്നിയിൽ പ്രമോദ് നാരായണനും. പൊതുവെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള 2 MLA-മാരാണ് എൻ ജയരാജും പ്രമോദ് നാരായണനും. ഇപ്പോഴും നമ്മൾ ആ 2 മണ്ഡലത്തിൽ സാധ്യതകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ 12 സീറ്റിൽ മത്സരിച്ച് കേവലം 2 സീറ്റിൽ മാത്രം ജയിക്കാൻ സാധ്യതയുള്ളൊരവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഒരു തരംഗം, UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ UDF തരംഗം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ UDF പരമാവധി 77 സീറ്റിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ UDF തരംഗം വിസിബിൾ അല്ല എന്ന് പറഞ്ഞ ആളുകൾ, പറഞ്ഞ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇല്ല, UDF തരംഗം നിശബ്ദമായി UDF തരംഗം ഉണ്ടായിരുന്നു, 100 സീറ്റ് കിട്ടും, 102 സീറ്റ് വരെ പ്രവചിച്ച ആളുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നത് UDFന് 102 സീറ്റോ അല്ലെങ്കിൽ 100 സീറ്റോ 90 സീറ്റോ ഒന്നും കിട്ടില്ല, പരമാവധി 77, ഒരു 5 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെന്നുള്ളതാണ്. അപ്പോൾ ആ സാധ്യതാ ലിസ്റ്റിൽ, LDFൻ്റെ സാധ്യതാ ലിസ്റ്റിലാണ് കാഞ്ഞിരപ്പള്ളിയും അതുപോലെ റാന്നിയും കിടക്കുന്നത്. ഈ 2 സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജയിച്ചാൽ തന്നെ ഇപ്പോൾ അവരുടെ ഒരു വിന്നിങ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്, വിന്നിങ് സ്ട്രൈക്കിൻ്റെ ഒരു പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് വെറും 16% മാത്രമാണ്. അതിലവരുടെ പാർട്ടി ചെയർമാൻ തോൽക്കുന്നു, അവരുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ തോൽക്കുന്നു. വലിയൊരു പ്രതിസന്ധിയിലേക്കായിരിക്കും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പോകുന്നത്. ഇവരുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് കോട്ടയത്തെയും കുറച്ച് പത്തനംതിട്ടയുണ്ട്, ഇടുക്കിയിലുണ്ട്. ഇവരുടെ ക്രിസ്ത്യൻ വോട്ടുകളാണ്. ഇവരുടെ ഒരു അടിസ്ഥാനം തന്നെ ഇടതുപക്ഷ വിരുദ്ധത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്നുള്ളതാണ്. പക്ഷേ 5 വർഷം അവർ LDFൻ്റെ കൂടെ സർവൈവ് ചെയ്തു. ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർ നിലനിന്നുവെങ്കിലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അടപടലം പൊട്ടാനാണ് പോകുന്നത്. അതുകൊണ്ട് 12 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിൽ മാത്രം മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാവി ഇനി എന്ത്, അവരുടെ ഒരു പ്രതിസന്ധി ആയിരിക്കും ഈ 5 കൗതുകങ്ങളിൽ, രസകരമായ 5 വസ്തുതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചത് മട്ടന്നൂരിൽ നിന്ന് മത്സരിച്ച
ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചർക്കാണ് 2021 ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചത്, 60,963 വോട്ട്. ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുക? ആർക്കായിരിക്കും? അത് മറ്റാർക്കുമല്ല, മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സ്വന്തം കുഞ്ഞാപ്പ PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. അത് നമ്മൾ പറയുന്നു 50,000-ൽ മേലെ ഭൂരിപക്ഷം. ഒരുപക്ഷെ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ സൃഷ്ടിച്ച 60,963 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടി തകർത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, UDFൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളിൽ പ്രമുഖൻ, 1991, 2001, 2011 കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തു. ഇത്തവണ UDFന് ഭരണം ലഭിക്കുമ്പോൾ വ്യവസായ വകുപ്പ് തന്നെയായിരിക്കും PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനും സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ പറയുന്നു 2026 മെയ് 5 തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഒരു സൈഡ് സ്റ്റോറി ഉണ്ടാവും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം PK കുഞ്ഞാലിക്കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈഡ് സ്റ്റോറി. മൂന്നാമത്തെ ഒരു പ്രധാന സവിശേഷത, ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിനൊരു വനിതാ MLA ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നിയമസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ടിക്കറ്റിൽ ഒരു വനിത ജയിച്ച് കയറിയിട്ടില്ല എന്നുള്ളതാണ്. 1996 ഖമറുന്നിസ അൻവർ കോഴിക്കോട് സൗത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്ത് നിന്ന് നൂർബിന റഷീദ് മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. അഹമ്മദ് ദേവർകോവിലിനോട് പരാജയപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഇന്ന് വരെ ഒരു വനിതാ MLA ഉണ്ടായിട്ടില്ല. അപ്പോൾ മുസ്ലിം ലീഗ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചരിത്രം തിരുത്തുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ MLA ആദ്യമായി നിയമസഭയിൽ എത്തുന്നു എന്നുള്ളതാണ്. അത് കൂത്തുപറമ്പ് നിന്ന് ജയന്തി രാജനാണോ പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ തഹ്ലിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് ദിനത്തിൻ്റെ 48 മണിക്കൂർ മുമ്പ് നമ്മൾ ഓരോ മണ്ഡലത്തിൻ്റെയും സാധ്യത പറഞ്ഞപ്പോൾ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനാണ് സാധ്യത. ആ സാധ്യതയിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ കൂത്തുപറമ്പ് അവിടെ RJDയുടെ PK പ്രവീണിനും എതിരായിട്ട് മത്സരിക്കുന്ന ജയന്തി രാജൻ, അവർ വയനാട് നിന്ന് കൂത്തുപറമ്പിലേക്ക് വന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദളിത് നേതാവാണ്. ദളിത് നേതാവിനപ്പുറത്തേക്ക് നല്ല രാഷ്ട്രീയ നേതാവാണ്. അവർ ജയിച്ച് കയറാനുള്ള സാധ്യത ഒരു പക്ഷേ ഫാത്തിമ തഹ്ലിയും ജയിച്ച് കയറാമെന്നുള്ളതാണ്. എന്തായാലും കേരള നിയമസഭയിൽ 16ാമത് കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പൊതുവെ വനിതാ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ UDFിലെ മന്ത്രിസഭയിൽ ഉണ്ടാവുക കോൺഗ്രസിൻ്റെ ബിന്ദു കൃഷ്ണയ്ക്കാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവർക്ക് കോൺഗ്രസ് വേറെയും വനിതാ സ്ഥാനാർത്ഥികളുണ്ട്, പല സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്, ജയസാധ്യതയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ വയനാട് മന്ത്രി കേളുവിനെതിരെ മത്സരിക്കുന്ന ഉഷ വിജയനുണ്ട്, അരൂര് ഷാനിമോൾ ഉസ്മാനുണ്ട്, ഏലത്തൂരിലൊരു അട്ടിമറി മന്ത്രി ശശീന്ദ്രനെതിരെ മത്സരിക്കുന്ന വിദ്യാ ബാലകൃഷ്ണനുണ്ട്. അപ്പോൾ കോൺഗ്രസിന് ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികളുണ്ട്, പലരും ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ടെങ്കിലും ആദ്യത്തെ ചോയ്സ് ബിന്ദു കൃഷ്ണയ്ക്കാണ്. പക്ഷേ മുസ്ലിം ലീഗിന് അങ്ങനെ രണ്ട് പേരെ ഉള്ളൂ, ജയന്തി രാജനും ഫാത്തിമ തഹ്ലിയുമാണ്. ഒരു പക്ഷേ ഇവരിൽ ആരെങ്കിലും ജയിച്ച് കയറുക, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ജയിച്ച് വന്നാൽ തന്നെ മുസ്ലിം ലീഗ് ഒരു പക്ഷേ ചരിത്രം തിരുത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. വനിതാ MLA മാത്രമല്ല, മുസ്ലിം ലീഗിന് ആദ്യമായിട്ടൊരു വനിതാ മന്ത്രി വരെ ഉണ്ടായേക്കാം. 5 മന്ത്രിസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ 6 മന്ത്രിസ്ഥാനം വരെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം വനിതാ MLAക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് നിന്ന് ബിന്ദു കൃഷ്ണയ്ക്കാണ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ കൂത്തുപറമ്പ് നിന്ന് ജയന്തി രാജൻ ജയിച്ച് കയറുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മന്ത്രി വരെ ആവാമെന്നുള്ളതാണ്. അപ്പോൾ 2026 മെയ് 5 പത്രങ്ങളിൽ മറ്റൊരു സൈഡ് വാർത്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആദ്യ വനിതാ പ്രതിനിധിയായി ഒരാൾ നിയമസഭയിലെത്തുന്നു. ഒരാളെന്ന് പറയുന്നത് 2 പേര് വേണമെങ്കിലാവാം.
എന്തായാലും ആദ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ വനിതാ പ്രതിനിധി നിയമസഭയിൽ എത്തുന്നു എന്നുള്ളത് ഒരു കൗതുകകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട്, ഒരു സൈഡ് സ്റ്റോറി ആയിട്ട് വരുമെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചേക്കാവുന്ന ഏറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത, നാലാമത്തെ വസ്തുത എന്ന് പറയുന്നത് കെ കരുണാകരൻ്റെ 2 മക്കളും നിയമസഭയിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 2 പേരും നിയമസഭയിലെത്തുമ്പോൾ അത് വളരെ കൗതുകകരമായിരിക്കും എന്നുള്ളതാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരനും തൃശ്ശൂരിൽ നിന്ന് പത്മജ വേണുഗോപാലും. ഓരോ മണ്ഡലങ്ങളുടെ സാധ്യത നമ്മൾ പറഞ്ഞപ്പോൾ വട്ടിയൂർക്കാവ് കെ മുരളീധരനാണ് നമ്മൾ സാധ്യത കൽപ്പിച്ചത്. അവിടെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അവിടെ മുൻ മേയർ പ്രശാന്ത് അവിടെ ശക്തമായ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. മുൻ DGP ആർ ശ്രീലേഖ BJPക്ക് വേണ്ടി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ അതിൻ്റെ അവസാനം കെ മുരളീധരൻ തന്നെ വിജയിച്ച് കയറും എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ തൃശ്ശൂരിൽ സാധ്യത പറഞ്ഞപ്പോൾ രാജൻ പല്ലനാണ് സാധ്യത എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 48 മണിക്കൂർ തൃശ്ശൂരിലെ ചില നീക്കുപോക്കുകൾ അവലോകനം ചെയ്തപ്പോൾ പത്മ ചേച്ചിക്ക് അവിടെ വലിയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തേറമ്പിൽ രാമകൃഷ്ണൻ, അവിടെ തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള, തുടർച്ചയായി ജയിച്ചു വന്ന സീനിയർ നേതാവ് തേറമ്പിൽ രാമകൃഷ്ണന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. തൃശ്ശൂർ ടൗണിലെങ്കിലും, തൃശ്ശൂർ നഗര കേന്ദ്രീകൃത സ്ഥലങ്ങളിലെങ്കിലും തേറമ്പിലിന് വലിയ സ്വാധീനമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും പല കാര്യങ്ങളിലും തേറമ്പിൽ നേരിട്ട് ഇടപെട്ടു. തേറമ്പിലിന് വലിയ സ്വാധീനമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പേര് TV ചന്ദ്രമോഹൻ്റെ പേരാണ്. എന്നാൽ TV ചന്ദ്രമോഹന് സീറ്റ് കൊടുത്തത് രാജൻ പല്ലനാണ്. അപ്പോൾ സഭയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ സഭയുടെ നിർദ്ദേശപ്രകാരം വന്നു. സഭയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഈ TV ചന്ദ്രമോഹന് അനുകൂലമായൊരു തീരുമാനം കോൺഗ്രസ് എടുക്കുന്നില്ല, രാജൻ പല്ലനും കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തത്തുല്യമായ പ്രതിപ്രവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ അവിടെ കൃത്യമായ പ്രതിപ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് 24 മണിക്കൂർ മുമ്പ് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നുള്ള ചില ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പത്മജ വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ളൊരു സഹതാപ തരംഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ മത്സരിക്കുമ്പോൾ ഉള്ള ഒരു പ്രതികൂല സാഹചര്യമല്ല. കഴിഞ്ഞ തവണ തന്നെ 946 വോട്ടിന് അങ്ങോട്ടാണ് പരാജയപ്പെട്ടത്. അത് കോൺഗ്രസിലാണെങ്കിലും ഇപ്പോൾ പത്മജയ്ക്ക് അനുകൂലമായിട്ടുള്ള വികാരമുണ്ട്. രാജൻ പല്ലന് അനുകൂലമായിട്ട്, രാജൻ പല്ലന് വേണ്ടി പ്രവർത്തിക്കാൻ പല കൗൺസിലർമാരും അവിടെ ഇറങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അടിത്തട്ടിലുള്ള പ്രവർത്തനം രാജൻ പല്ലന് വേണ്ടി നടന്നിട്ടില്ല. അതുകൊണ്ട് അവസാന നിമിഷം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ സാധ്യതയാണ് പത്മജ വേണുഗോപാലിന് അവിടെ കൽപ്പിക്കുന്നത്. രസകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലമില്ല, മുകുന്ദപുരം മണ്ഡലമാണ്. ആ മുകുന്ദപുരം മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം, അവിടെ പത്മജ സ്ഥാനാർത്ഥിയാവുന്നു. പത്മജ ലോനപ്പൻ നമ്പാടിനോട് പരാജയപ്പെടുത്തുന്നു. ആ 2004 KPCC പ്രസിഡൻ്റായിരുന്ന മുരളീധരൻ വൈദ്യുതി മന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നു. അപ്പോൾ അദ്ദേഹം നിയമസഭാംഗമല്ല, നിയമസഭയെ അഭിമുഖീകരിച്ചില്ല. അതിനു പക്ഷേ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറണം. അങ്ങനെ അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുത്ത മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ വടക്കാഞ്ചേരി മണ്ഡലമായിരുന്നു. അവിടെ കോൺഗ്രസിൻ്റെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന VT ബൽറാം അവിടെ രാജിവെക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മത്സരിക്കുന്നു. റിസൾട്ട് വന്നപ്പോൾ അത് ഒരു 2004 മെയ് മാസമായിരുന്നു. ആ മെയ് മാസത്തിൽ റിസൾട്ട് വന്നപ്പോൾ, മെയ് 12 ഞാൻ മനസ്സിലാക്കുന്നത്. റിസൾട്ട് വന്നപ്പോൾ കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ AC മൊയ്തീനോട് പരാജയപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് ലോനപ്പൻ നമ്പാടിനോട് പത്മജയും പരാജയപ്പെടുന്നു. 2004 കെ കരുണാകരൻ്റെ 2 മക്കളും പരാജയപ്പെട്ടു എങ്കിൽ 2026 മെയ് മാസത്തിൽ കെ കരുണാകരൻ്റെ 2 മക്കളും വിജയിച്ച് നിയമസഭയിലെത്താനുള്ള ഒരു സാധ്യത, വളരെ കൗതുകകരമായൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മെയ് 5 പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് ന്യൂസുകളിൽ ഒന്നായിരിക്കും കേരളത്തിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെ മക്കൾ, ജ്യേഷ്ഠനും അനിയത്തിയും കെ മുരളീധരനും പത്മജ വേണുഗോപാലും നിയമസഭയിൽ എത്തുന്നു എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ
ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന മറ്റൊരു കൗതുകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അത് BJP സംബന്ധിച്ചിടത്തോളമാണ്. BJPയുടെ 2 മുൻ കേന്ദ്രമന്ത്രിമാർ, കേരളത്തിൽ നിന്നുള്ള 2 മുൻ കേന്ദ്രമന്ത്രിമാർ ഈ കേരള നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 16ാമത് നിയമസഭയിലേക്ക് 2 കേന്ദ്രമന്ത്രിമാർ എത്തുന്നു എന്നുള്ളതാണ്. അത് V മുരളീധരനും അതുപോലെ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ നേമമണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുമ്പോൾ V മുരളീധരൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു കണക്കുകൂട്ടലിൽ BJP ഒരു 22 മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. 30% വോട്ട് പിടിക്കാവുന്ന 25ഓളം മണ്ഡലങ്ങൾ, ഒരു 22 മണ്ഡലം ഞാൻ കണക്കുകൂട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ പത്തനംതിട്ട കോന്നി ഉൾപ്പെടുത്തിയിട്ടില്ല, എറണാകുളത്തെ കുന്നത്തുനാടും തൃപ്പൂണിത്തുറയും ഉൾപ്പെടുത്തിയിട്ടില്ല. BJP മത്സരിക്കുന്ന, താമര അടയാളത്തിൽ മത്സരിക്കുന്ന 22 മണ്ഡലങ്ങൾ, 30% വോട്ട് പിടിക്കാൻ കഴിയുന്ന 22 മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ വിജയസാധ്യതയുള്ള 5 മണ്ഡലങ്ങളുണ്ട്. അതിൽ നേമമുണ്ട്, കഴക്കൂട്ടമുണ്ട്, പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാട് അവസാന നിമിഷത്തിൽ പടിക്കൽ കൊണ്ടുപോയി കലമുടച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ പാലക്കാട് അവസ്ഥ ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു എന്നുള്ളതാണ്. അതേസമയം തൃശ്ശൂർ പത്മജ വേണുഗോപാലിന് സാധ്യത കൂടി എന്നുള്ളതാണ്. ഇതെല്ലാം നിൽക്കട്ടെ, നമ്മൾ പറയുന്നത് 2 മണ്ഡലങ്ങൾ, നേമവും കഴക്കൂട്ടവും. നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കയറും. അദ്ദേഹം 2021 തൊട്ട് 2024 വരെ കേന്ദ്രമന്ത്രിസഭയിൽ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രിയായിരുന്നു. V മുരളീധരനാകട്ടെ ABVP-യിലൂടെ നെഹ്റു യുവകേന്ദ്രയുടെ വൈസ് പ്രസിഡൻ്റായി, പിന്നീട് കേരള BJPയുടെ വൈസ് പ്രസിഡൻ്റായി, പിന്നീട് കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി. അദ്ദേഹം 2019 മുതൽ 2024 വരെ കഴിഞ്ഞ മോദി സർക്കാരിൽ കേന്ദ്ര വിദേശകാര്യ പാർലമെൻ്ററി സഹമന്ത്രിമാരായിരുന്നു. അപ്പോൾ 16ാം നിയമസഭയിൽ വളരെ കൗതുകരമായ വസ്തുതയായി ഞാൻ കാണുന്നത് ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, ഒരു മുൻ കേന്ദ്രമന്ത്രി, ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്, 2 പേർ നിയമസഭയിൽ എത്തുന്നു എന്നുള്ളതാണ്. V മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും 2 പേരും നിയമസഭയിലെത്തുന്ന വളരെ കൗതുകരമായ ഒരു സൈഡ് ലൈൻ സ്റ്റോറി 2026 മെയ് 5-ാം തീയതിയിലെ പത്രങ്ങളിൽ കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.